നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കോടതിക്ക് മറുപടി പറയാനൊന്നുമില്ല, നിങ്ങളെല്ലാം ഒന്ന് കേൾക്കണം. IPS IAS ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ നവംബറിലാണ്. കാരണം ചില ആളുകൾ രാജിവെച്ച് പോവും, ചില ആളുകൾ ചിലപ്പോൾ അപകടത്തിൽ മരിക്കും, ചില ആളുകൾ റിട്ടയർ ചെയ്യും. ആ സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സ്ക്രീനിങ് കമ്മിറ്റി കൂടി അവർ ആ ലിസ്റ്റ് തയ്യാറാക്കും സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് ക്യാബിനറ്റിൽ പോകും. ക്യാബിനറ്റ് പോയി കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പിട്ട് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാമത്തെ പേര് MR അജിത് കുമാറിന്റെ, രണ്ടാമത്തെ ശ്രീജിത്തിന്റെ, പിന്നെ സുരേഷ് രാജ് പുരോഹിത്, അദ്ദേഹം നമ്മുടെ ഇല്ല, സെൻട്രൽ സർവീസസ്. ഇങ്ങനെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. അന്ന് എവരുടെയൊന്നും പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. 3 കാരണങ്ങൾ കൊണ്ടേ ഒരാളുടെ സീനിയോറിറ്റി ലംഘിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാകണം. 2, വകുപ്പ് തല നടപടിയും മെമ്മോയും കൊടുത്തിരിക്കണം. 3, അദ്ദേഹത്തിന് പേരിൽ ക്രിമിനൽ കേസോ ഉണ്ടാകണം, കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. ഈ 3 കാരണത്തിന്റെ പേരിൽ മാത്രമേ ഒരു IPS ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. MR അജിത് കുമാറിന്റെ പേരിൽ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് സീനിയോറിറ്റി പ്രകാരം പ്രൊമോഷൻ കൊടുക്കാൻ കഴിയാതെ വന്നത്. രണ്ടാമത്തേത് ശ്രീജിത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസോ ഈ പറഞ്ഞ 3 കാരണങ്ങളോ അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികം, ഞാൻ കണ്ടുപോലുമില്ല, ഞാൻ കണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സെൻട്രൽ സർവീസ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ചീഫ് സെക്രട്ടറി ആ ലിസ്റ്റ്, പിണറായി വിജയൻ ഒപ്പിട്ട ലിസ്റ്റ് ഓൾറെഡി നിലവിലുള്ളത് കൊണ്ട് അടുത്തയാളുടെ പേര് ശുപാർശ ചെയ്യുന്നു. ശ്രീജിത്തിന്റെ പേരിൽ ഒരു കേസില്ല, സസ്പെൻഷൻ ഇല്ല, അദ്ദേഹത്തിന് വകുപ്പ് തല നടപടിയില്ല, മെമ്മോ കൊടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ DGP ആവും. ഒരു കോടതിയിൽ കേസ് നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ. ആ പ്രൊമോഷൻ തടയാൻ നമുക്ക് കഴിയില്ല. കാരണം സിവിൽ സർവീസ് റൂൾസ് അതാണ്. ഇതാണ് എൻ്റെ സംഭവം. ഇത് പലർക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പത്രലേഖകർ എന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സംഭവം. അല്ലാണ്ട് ഞങ്ങൾ ആരെയും അൺഡ്യൂവായി സഹായിക്കാനോ എതിർക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. ധൃതിയല്ല, അത് ഇറ്റ്സ് ഓട്ടോമാറ്റിക്. ആ വേക്കൻസി വന്നു, അവർ ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്ത് വരും, അത് ഓട്ടോമാറ്റിക് ആണ്. ആരുടെ കാര്യമാണേലും കോടതിയിൽ ചിലപ്പോൾ പോയ വക്കീൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറയുന്നത്.